ഹലോ ചിൽഡ്രൻ, നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണല്ലേ? എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്കായിട്ടുള്ള റിവിഷൻ ക്ലാസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ റിവിഷൻ ക്ലാസ് നൽകുന്നത്. റിവിഷൻ ക്ലാസ് പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള കുട്ടികൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യും. അതുപോലെ പാഠത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരും. എങ്ങനെ എക്സാം എഴുതണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ലൈവായിട്ട് റിവിഷൻ നൽകുന്നത്. എക്സാം ക്ലാസ്സിൻ്റെ റിവിഷൻ നൽകുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും വൈകിട്ട് റിവിഷൻ ക്ലാസ് ഉണ്ട്. ശനിയാഴ്ച ടെസ്റ്റുമുണ്ട്, വീക്ക്ലി ടെസ്റ്റ് പഠിച്ചതെല്ലാം ചേർത്തിട്ട് മോഡൽ എക്സാം നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. മിസ്സായ ക്ലാസ്സസിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ ചിൽഡ്രൻ, ക്ലാസ്സിലേക്ക് പോകാം. ആനുവൽ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ആണ് കേട്ടോ. 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ടുള്ള ക്ലാസ്സസ് ആണ്. ഇവിടെ നോക്കി, 2019-2020 അക്കാഡമിക് ഇയറിൽ ആനുവൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രിപ്ഷൻ എഴുതുക. ലയണിനെ തന്നിട്ടുണ്ട്. ലയൻ്റെ പ്രത്യേകതകൾ ചുറ്റും എഴുതിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമ്മൾ ഡിസ്ക്രിപ്ഷനാണ് എഴുതേണ്ടത്. ഓക്കെ, ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ ആണ്. 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്കായുള്ള ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ ആയിരുന്നു. ലയൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചറിന് ചുറ്റും ലയൻ്റെ പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. ഇതുപയോഗിച്ചിട്ട്, ഈ സൂചനകൾ ഉപയോഗിച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതുക. എങ്ങനെ നമുക്ക് എഴുതാനായിട്ട് കഴിയും? ഫസ്റ്റ് നമുക്ക് എന്തെഴുതാം? ഇവിടെ എന്തൊക്കെയാണെന്ന് ആദ്യം വായിച്ചു നോക്കാം. കിങ് ഓഫ് ദ ഫോറസ്റ്റ്, കാട്ടിലെ രാജാവാണ്. ലോങ് ടെയിൽ, നീളമുള്ള വാലുണ്ട്. റോർ എന്ന് ശബ്ദമുണ്ടാക്കും. സ്ട്രോങ്, ശക്തിയുണ്ട്. ബ്യൂട്ടിഫുൾ, മനോഹരമാണ്. ബിഗ്, വലുതാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതണം. എങ്ങനെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ എഴുതാം? ഫസ്റ്റ് നമുക്ക് എഴുതാം, സിംഹം കാട്ടിലെ രാജാവാണ്. നമ്മൾ എങ്ങനെ എഴുതുക? ഇതാരാണ്? ലയൺ. ലയൺ ഈസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ലയൺ ഈസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ലയൺ കാട്ടിലെ രാജാവാണ്. എങ്ങനെ എഴുതാം? ലയൺ ഈസ് ദ, ബാക്കി ഇത് എഴുതിയാൽ മതി, കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ലയൺ ഈസ് ദ കിങ് ഓഫ് ഫോറസ്റ്റ്. അപ്പോൾ ഇതുപോലെ എന്താണോ നിങ്ങൾക്ക് നൽകുന്നത് അതെങ്ങനെ ഫസ്റ്റ് എഴുതണം? ഫസ്റ്റ് സെന്റൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എഴുതുക. പ്രത്യേകത എന്താ? ലയൻ്റെ പ്രത്യേകത എന്താ? ലയൺ കാട്ടിലെ രാജാവാണ്. ലയൺ ഈസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ഫസ്റ്റ് സെന്റൻസ് നമുക്ക് എന്ത് എഴുതാം? ലയൺ ഈസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. രണ്ടാമത്തെ സെന്റൻസ് നമുക്ക് എന്ത് എഴുതാം? രണ്ടാമത് നമുക്ക് എഴുതാം, ലയൺ ഈസ് എ സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആനിമൽ. ലയൺ ഈസ് എ സ്ട്രോങ് ആനിമൽ എന്നും എഴുതാം. ലയൺ ഈസ് എ ബ്യൂട്ടിഫുൾ ആനിമൽ എന്നും എഴുതാം. രണ്ട് സെന്റൻസ് ആക്കണമെങ്കിൽ ലയൺ ഈസ് എ സ്ട്രോങ് ആനിമൽ, ലയൺ ഈസ് എ ബ്യൂട്ടിഫുൾ ആനിമൽ എന്ന് എഴുതാം. ഒറ്റ സെന്റൻസ് ആക്കി എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? ലയൺ ഈസ് എ സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആനിമൽ. ലയൺ ഈസ് എ സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആനിമൽ. ഒന്നാമത്തെ സെന്റൻസ് എന്തായിരുന്നു? ലയൺ ഈസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. രണ്ടാമത് നമ്മൾ എന്തെഴുതി? ലയൺ ഈസ് എ സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആനിമൽ. ലയൺ ഈസ് എ സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആനിമൽ. ഒറ്റ സെന്റൻസ് ആക്കി എങ്ങനെ എഴുതാം? ലയൺ ഈസ് എ സ്ട്രോങ് ആനിമൽ, ലയൺ ഈസ് എ ബ്യൂട്ടിഫുൾ ആനിമൽ എന്ന് നമുക്ക് എഴുതാം. ഒരുമിച്ച് എഴുതണമെങ്കിൽ ലയൺ ഈസ് എ സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആനിമൽ. ഓക്കെ, എഴുതാനായിട്ട് അറിയാലോ. ഇപ്പോൾ ഒന്നും നൽകിയിട്ടില്ല. ലയണിനെ കുറിച്ച് എഴുതണം. എങ്ങനെ എഴുതാം? ലയൺ ഈസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ലയൺ ഈസ് എ സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആനിമൽ. മൂന്നാമത്തെ സെന്റൻസ് നമുക്ക് എന്ത് എഴുതാം? ലയൺ ഈസ് എ ബിഗ് ആനിമൽ. ലയൺ ഈസ് എ ബിഗ് ആനിമൽ. ലയൺ, സിംഹം, വലിയ മൃഗമാണ് ലയൺ. ലയൺ ഈസ് എ ബിഗ് ആനിമൽ. മൂന്നാമത് നമുക്ക് എന്ത് എഴുതാം? ലയൺ ഈസ് എ ബിഗ് ആനിമൽ എന്ന് എഴുതാം. ലയൺ ഈസ് എ ബിഗ് ആനിമൽ. ലയൺ ഈസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ലയൺ ഈസ് സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആനിമൽ. Lion is a big animal.
ഇനി ഇവിടെയുള്ളത് സ്ട്രോങ്, ബ്യൂട്ടിഫുൾ, ബിഗ്, കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ഇത് ലയനിലുള്ള കാര്യങ്ങളാണ്. ഇനി എന്ത് എഴുതാം? റോർ. റോർ എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദം ഉണ്ടാക്കാൻ കഴിയുമല്ലേ? അത് നമുക്ക് എങ്ങനെ എഴുതാം? ലയൺ ക്യാൻ റോർ. സിംഹത്തിന് ഗർജിക്കാൻ കഴിയും. ലയൺ ക്യാൻ റോർ. സിംഹത്തിന് കഴിയും എന്ത് ചെയ്യാനാ? റോർ എന്ന് ശബ്ദം ഉണ്ടാക്കാൻ. ലയൺ ക്യാൻ റോർ. സിംഹത്തിന് ഗർജിക്കാൻ കഴിയും. ലയൺ ക്യാൻ റോർ. ലയൺ ക്യാൻ റോർ. ROAR. ലയൺ ക്യാൻ റോർ. ലയന് ഗർജിക്കാൻ കഴിയും. ഇനി അതിനുള്ള ഒരു പാർട്ടാണ് ടെയിൽ. വാല് സിംഹത്തിനുണ്ട് അല്ലേ? അത് നമുക്ക് എങ്ങനെ എഴുതാം? ലയൺ ഹാസ്. ലയൺ ഉള്ളതാണ്. ലയൺ ഹാസ് ലോങ് ടെയിൽ. ലയൺ ഹാസ് ലോങ് ടെയിൽ. സിംഹത്തിന് നീളമുള്ള വാലുണ്ട്. ലയൺ ഹാസ് ലോങ് ടെയിൽ. ലയൺ ഹാസ് ലോങ് ടെയിൽ. സിംഹത്തിനെ കുറിച്ച് എഴുതാൻ എന്തൊക്കെ എഴുതാം? ലയൺ ഈസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ലയൺ ഈസ് എ സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ അനിമൽ. ലയൺ ഈസ് എ ബിഗ് അനിമൽ. ലയൺ ക്യാൻ റോർ. ലയൺ ഹാസ് ലോങ് ടെയിൽ. ലയൺ ഹാസ് ലോങ് ടെയിൽ. ഇത് നമ്മൾ ഒരുമിച്ച് എഴുതുന്നതാണ് ഡിസ്ക്രിപ്ഷൻ. മനസ്സിലായോ? ഒരിക്കൽ കൂടി വായിച്ചാലോ? ഒരിക്കൽ കൂടി പറഞ്ഞാലോ? ഫസ്റ്റ് സെന്റൻസ് എങ്ങനെ എഴുതാം? ലയൺ ഈസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ലയൺ ഈസ് എ സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ അനിമൽ. ലയൺ ഈസ് എ ബിഗ് അനിമൽ. ലയൺ ക്യാൻ റോർ. ലയൺ ഹാസ് ലോങ് ടെയിൽ. ഓക്കെ, 5 സെന്റൻസ് ടീച്ചർ പറഞ്ഞു. 5 സെന്റൻസ് ഒക്കെ എഴുതിയാൽ മതി കേട്ടോ. എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയാലോ? തെറ്റാതെ എഴുതാനായിട്ട് അറിയാലോ? ഈ ഹിൻസ് ഒന്നും തന്നില്ലെങ്കിൽ, സൂചനകളൊന്നും തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയാലോ? അറിയാം. ഇതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് അതിനെ എഴുതാനായിട്ട് അറിയാലോ? യെസ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ പഠിച്ചു അല്ലേ? അറിയാത്തവർ എന്ത് ചെയ്യുക? എഴുതിയെടുത്ത് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞവർ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. കാണാതെ പറഞ്ഞു നോക്കുക, കാണാതെ എഴുതിയും നോക്കുക. എഴുതാൻ കഴിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു. ഏപ്രിൽ മെയ് വെക്കേഷനിൽ നിങ്ങൾക്ക് ക്ലാസ് വരുന്നുണ്ട്. വെക്കേഷൻ ക്ലാസ് വരുന്നുണ്ട്. മലയാളം ലെറ്റേഴ്സ് മുതൽ മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഈ കോഴ്സസ് ഒക്കെ ബേസിക് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഏപ്രിൽ മെയ് വെക്കേഷനിൽ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം ലെറ്റേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. മലയാളം ലെറ്റേഴ്സ് അറിയാവുന്നവർക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇംഗ്ലീഷ്, ഹിന്ദി, ഇങ്ങനെ മെയിനായിട്ടുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും ഈ വെക്കേഷനിൽ ക്ലാസ് നൽകുന്നുണ്ട്. മാത്തമെറ്റിക്സിൽ ബാക്കിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്തമെറ്റിക്സ് ബേസിക് ക്ലാസ് നൽകുന്നുണ്ട്. LKG റിവിഷൻ ഉണ്ട്, UKG റിവിഷൻ ഉണ്ട്. അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ LKGയിൽ നിന്ന് UKGയിലേക്ക് പോകുന്നവർക്ക് LKG റിവിഷൻ, UKGയിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് പോകുന്നവർക്ക് UKG റിവിഷൻ ക്ലാസ്സസും ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് നിങ്ങൾക്കായിട്ടുണ്ട്. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമാണ് കുട്ടികൾ പഠിച്ചിരിക്കേണ്ടത്. ആ ബേസിക് ആയിട്ടുള്ള സ്കൂളിൽ അറിഞ്ഞിരിക്കേണ്ട ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ ഏപ്രിൽ മെയ് വെക്കേഷനിൽ നൽകുന്നുണ്ട്.